വ്യൂവേഴ്സ്, അപ്പം ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേയിൽ നടന്ന ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയതാണ് നമ്മുടെ ഇന്ത്യൻ ഫോട്ടോ ടീം. ഇന്ന് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പിയട്ട് മാരിയറ്റ് കൊച്ചിയിലാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ താറിൻ്റെ റീജിയണൽ അൺവീലിംഗ് ഇവിടെ നടന്നപ്പം നമ്മളൊരു ഷോർട്ട് ടെസ്റ്റ് ഡ്രൈവിന് പോവുകയാണ്. അപ്പം മലയാളത്തിലെ ആദ്യത്തെ ഒരു താറിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ സ്റ്റേ ട്യൂൺഡ്, ലെറ്റ്സ് സീ. ഇതാണ് നമ്മുടെ രാത്രിയായി എങ്കിലും നമുക്ക് നോക്കുകയാണെങ്കിൽ അടിമുടി മാറ്റമാണ് ഈ വണ്ടിക്ക് നമ്മൾ കാണുന്നത്. മാസീവ് ഗ്രിൽ, അഗ്രസീവ് ഗ്രിൽ, LED ബ്ലിങ്കേഴ്സ്, പക്ഷേ LED ലൈറ്റിംഗ് താർ LX വേരിയൻ്റാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഹാർഡ് ടോപ്പ്, ഡീസൽ എഞ്ചിൻ, മാനുവൽ 6-സ്പീഡ് ട്രാൻസ്മിഷൻ. ഇതിനകത്ത് നമുക്ക് ധാരാളം ഓപ്ഷൻസ് വരുന്നുണ്ട്. പ്രധാനമായിട്ടുള്ളതാണ് ഈ അലോയ് വീൽസ്. ശേഷം നമ്മൾ പുതിയ 2026 കയറാൻ പോകുന്ന ഇൻഡിപെൻഡൻസ് ഡേ ഫ്രീഡം റൈഡ്. നമ്മുടെ ഒരു നീണ്ട കാത്തിരിപ്പിന് ശേഷമുള്ള റൈഡാണിത്. ഒരുപക്ഷെ താറിൻ്റെ ഫസ്റ്റ് നൈറ്റ് റൈഡ്. ആൻഡ് ഇത് കൊച്ചിയിലാണ്. കൊച്ചി മാരിറ്റിൽ നിന്ന് നമ്മൾ യാത്ര തിരിക്കുകയാണ്. സൂപ്പർ വെഹിക്കിൾ, ദാറ്റ്സ് ഓൾ ഐ ഹാവ് ടു സേ. കിടന്നൊരു സാധനം, പിന്നെ നല്ല പ്രീമിയം ഫീൽ. താറിൻ്റെ ഡിസൈനിൽ മഹീന്ദ്രയ്ക്കുള്ള ഏറ്റവും വലിയ ഒരു വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താറ് ഒരു 3rd or 4th കാറിൻ്റെ ഫാമിലി ആകാതെ, അതായത് ജസ്റ്റ് ഒരു പീപ്പിൾ മൂവർ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ആകാതെ ഒരു പ്രീമിയം ലൈഫ് സ്റ്റൈൽ വെഹിക്കിൾ ആക്കുക എന്നുള്ളതായിരുന്നു. അതിൻ്റെ എല്ലാ ഗുണങ്ങളും ഈ പുതിയ 2026 നമുക്ക് കാണാം. ഐ മീൻ അബ്സല്യൂട്ട്ലി നോ സൗണ്ട്, നോ വൈബ്രേഷൻ, NVH ലെവൽസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പോലുമില്ല. നമുക്കൊരു കാറാണോ ഓടിക്കുന്നതെന്ന് തോന്നിപ്പോകും. ഇതൊരു SUV ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഡൗട്ടാണ്. ലുലുവാണ് കാണുന്നത്. ലുലുവിൻ്റെ ഗേറ്റിൻ്റെ സൈഡിൽ കൂടെ പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഒരു ക്വിക്ക് ഡ്രൈവ്, കാരണം പകൽ മൊത്തം ഇത് ഡ്രൈവിലായിരുന്നു. ഞങ്ങൾ രാവിലെ തൊട്ട് വന്ന് വെയിറ്റ് ചെയ്യുകയാണ് ഇതിന് വേണ്ടിയിട്ട്. ഇപ്പോഴാണ് വെഹിക്കിളൊന്ന് ഡ്രൈവ് ചെയ്യാൻ കിട്ടുന്നത്. അപ്പം എൻജിൻ കോട്ടഡ് കാണുന്ന എല്ലാ വ്യൂവേഴ്സിനും വളരെ താങ്ക്സ്. ഐ മീൻ സ്പെഷ്യൽ താങ്ക്സ് ടു മഹീന്ദ്ര ആസ് വെൽ. കാരണം കേരളത്തിലെ പ്രമുഖ വ്ളോഗേഴ്സിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ വരുന്നത്. താറിൻ്റെ ഒരു നൈറ്റ് ഡ്രൈവ്, മാസീവ് റോഡ് പ്രസൻസ്, കമാൻഡിങ് സീറ്റ്, ഇന്റീരിയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ലോഡ് ഓഫ് ലൈറ്റ്സ്, കിടലൻ ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ. ചെറുതാണെന്ന് തോന്നും, പക്ഷേ ദിസ് ഇസ് എ SUV. അമേസിങ്.
പവർ സ്റ്റിയറിംഗ് എന്ന് വെച്ചാൽ ബട്ടർ സ്മൂത്ത്, ഗിയർ ഷിഫ്റ്റ് അതും സ്മൂത്ത്, ആൻഡ് നല്ല ലോ എൻഡ് നല്ല സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ് എല്ലായിടത്തും ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റിയറിംഗ് ഈസ് ഓഫ് റൈറ്റ് സൈസ്. പക്ഷെങ്കിൽ നമ്മൾ കണ്ട് ശീലിച്ച ഓഫ് റോഡ് വെഹിക്കിളുകളെ പോലെ മഹീന്ദ്രയുടെ തന്നെ വണ്ടികളെ കുറച്ചുകൂടെ വലുപ്പമാകാമായിരുന്നു എന്നൊരു തോന്നൽ എനിക്കിപ്പോൾ ഉണ്ട്. ബട്ട് ഇറ്റ്സ് ഓഫ് റൈറ്റ് സൈസ്. ഓൾ ബട്ടൺസ് ഓൺ ദ സ്റ്റിയറിംഗ്. പിന്നെ സെൻട്രൽ കൺസോൾ, ഡ്രൈവറിൻ്റെ സെൻട്രൽ കൺസോൾ ഒരു ഇൻഫോഗ്രാഫിക് ബേസ്ഡ് ആണ്, LED ബേസ്ഡ് ആണ്. SUV നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് നമ്മുടെ പുതിയ 2020 താറിലുള്ളത് ഈ ഇൻഫോ സ്ക്രീൻ, ടച്ച് സ്ക്രീൻ പോലെ ടച്ച് സ്ക്രീനിൽ കാണുന്ന ഇൻഫർമേഷനാണ്. പ്രത്യേകിച്ച് അതിനകത്ത് കാണുന്ന എത്ര ടോർക്ക് ഡെലിവേർഡ് ആണ്, ഏതൊക്കെ വീലിന് എങ്ങനെയൊക്കെയാണ് ടോർക്ക് ഡെലിവേർഡ് ആകുന്നത്, ഏതൊക്കെ സമയമാണ് ഇത് എൻഗേജ്ഡ് ആകുന്നത്, ഇങ്ങനെ ഓഫ് റോഡ് സ്പെസിഫിക് ആയിട്ടുള്ള കുറേ ഇൻഫർമേഷൻ നമുക്ക് ഈ ടച്ച് സ്ക്രീൻ കാണാൻ സാധിക്കും. നമ്മൾ ജസ്റ്റ് ലൈക്ക് നമ്മൾ വെയറബിൾ ഡിവൈസസ് ഇട്ട് നമ്മുടെ സ്റ്റാറ്റ്സ് അളക്കുന്ന പോലെ തന്നെ, നമ്മൾ ഹാർട്ട് റേറ്റോ BP ഒക്കെ അളക്കുന്ന പോലെ തന്നെ ഒരു ഫീച്ചറാണ് ഇതിനകത്തുള്ളത്. ഇത് ഇന്ത്യയിൽ ഇപ്പം ആദ്യമായിട്ടാണ് ഒരു SUVക്ക് ഇങ്ങനെ ഒരു ഫീച്ചർ നൽകുന്നത്. അത് മഹീന്ദ്ര താറിലാണ് വരുന്നത്. AC വെൻസ് നല്ല വലുപ്പമാണ്. ഒപ്പം ഒരു ബ്ലാക്ക് ലൈനിങ്, ബ്ലാക്ക് ഫിനിഷാണ്, സോഫ്റ്റ് ഫിനിഷാണ് നൽകിയിട്ടുള്ളത്. ലൈറ്റിന് നല്ല ത്രൂ ആണ്. വെൽ അഹെഡ്. കമ്പനി ഹോൺ, ദാറ്റ്സ് ഓൾസോ. നമ്മുടെ ഈ ഡ്രൈവിൽ വണ്ടിയുടെ ഓഫ് റോഡ് കേപ്പബിലിറ്റി ഇപ്പം നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല. കാരണം ഇപ്പം നമ്മൾ കൂടുതൽ ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ് ആണ് നോക്കുന്നത്. ദോ ഇറ്റ്സ് ഹൈലി ഓഫ് റോഡ് കേപ്പബിൾ വെഹിക്കിളാണെങ്കിലും ആ സെഗ്മെൻറ്റിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നില്ല. അതായത് ഒരു സാധാരണ ഒരാൾ ഒരു പ്രീമിയം സെഗ്മെൻറ്റ് വണ്ടി എടുക്കാൻ, പ്രീമിയം സെഗ്മെൻറ്റ് 15 lakhs ഒരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് താർ കൺസിഡർ ചെയ്യണോ വേണ്ടായോ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം. ഇറ്റ്സ് നല്ല ഒരു ഓപ്ഷനാണ്. നല്ല ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെഗുലർ സെഡാനിൽ നിന്ന് മാറി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഒരു ഐഡൻറ്റിറ്റി നൽകുന്ന ഒരു വാഹനമാണ് പുതിയ 2020 താർ. നല്ല കമാൻഡിങ് സീറ്റിംഗ് പൊസിഷൻ, വൈഡ് ബോഡീഡ്, നമുക്ക് കൃത്യമായിട്ട് അസസ് ചെയ്യാൻ നോക്കും, അതിൻ്റെ മെഷർമെൻറ്റ്സ് ജഡ്ജ് ചെയ്യാൻ നോക്കും. സൂപ്പർബ് കൺട്രോൾ, നല്ല കോൺഫിഡൻസ് നൽകുന്ന എൻജിൻ ആൻഡ് ബ്രേക്സ്, കംഫർട്ടബിൾ വീൽസ് ആൻഡ് സസ്പെൻഷൻ. ഞാൻ വാഹനത്തിൻ്റെ ടെക്നിക്കാലിറ്റിയിലേക്ക് കൂടുതൽ പോകുന്നില്ല. ജസ്റ്റ് ഡ്രൈവിൻ്റെ ഒരു ഫീൽ മാത്രമാണ്. നമുക്ക് ഇതുവരെ ഇങ്ങനെ ഒരു മഹീന്ദ്ര ഓടിച്ച് ഇതുവരെ ഒരു ഫീലിംഗ് കിട്ടിയിട്ടില്ല. ചിലപ്പോൾ ഒരുപക്ഷെ XUV 300, അതായത് സാങ്യോങ് ആണത്, അതിന് ഇത്രയൊരു ഫീൽ ഉണ്ടാകും. പക്ഷെങ്കിൽ ഒരു പ്യുവർ ബ്രെഡ് മഹീന്ദ്ര എന്ന നിലയിൽ ദിസ് ഈസ് ആൻ ഓസം വെഹിക്കിൾ. പ്രത്യേകിച്ച് ഇനി ഒരു കാറ് എന്ന നിലയിൽ ചിന്തിക്കേണ്ട കാര്യമില്ല. നല്ലൊരു ഫാമിലി മൂവറാണിത്. 4 സീറ്ററാണ് ഫോർ ഒബ്വിയസ് പ്രാക്ടിക്കൽ റീസൺസ്. ഒരു ലക്ഷറി വെഹിക്കിളാണ്. നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള പോലെ ഒരു കൊമേഴ്ഷ്യൽ പേർപ്പസിന് മാത്രമായിട്ട് മാറുന്ന ഒരു വാഹനമല്ല ഇനി മുതൽ താർ. അതാണ് മഹീന്ദ്ര ആഗ്രഹിച്ചത്. 2020 മഹീന്ദ്ര താർ എന്ന് പറയുന്നത് എക്സ്ട്രീംലി പ്രീമിയം സെഗ്മെൻറ്റ് കാർ തന്നെയാണ്. എന്നാൽ വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു SUV. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻറ്റീരിയർ തന്നെ റോൾ കേജ് ഒക്കെ ഉണ്ട്. അപ്പം ഓഫ് റോഡിങ്ങിന് പോകാൻ വേറെ മോഡിഫിക്കേഷൻസിൻ്റെ ആവശ്യമില്ല. ആ സേഫ്റ്റി തന്നിട്ടുണ്ട്. മൊത്തം വാഷബിളാണ്. ഒരു നമ്മൾ ലോഞ്ച് വീഡിയോ പറഞ്ഞ പോലെ സൺഡേ മൊത്തം ഇറങ്ങി ചള്ളക്കകത്ത് പോയി മറിഞ്ഞാലും ഒന്ന് കഴുകിയെടുത്താൽ മൺഡേ രാവിലെ യു ക്യാൻ ബി ബാക്ക് ടു ഓഫീസ്. ആൻഡ് 17-inch അലോയ്സ്, പ്രിറ്റി ബിഗ് അലോയ്സ്, നല്ല ഹൈറ്റാണ് വരുന്നത്. സോ ഓഫ് റോഡിങ് നല്ല അപ്രോച്ച് ആൻഡ് ഡിപ്പാർച്ചർ ആംഗിൾസ് ഓഫർ ചെയ്യുന്നുണ്ട്. കയറാൻ ഒരല്പം ഇൻക്രീസ് ഒരല്പം ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഇച്ചിരി ഹൈറ്റ് ഉണ്ട്. ബട്ട് ആസ് എൻ ഓഫ് റോഡ് ദാറ്റ് ഈസ് വാട്ട് ഈസ് റിക്വയർഡ്.
കഴിഞ്ഞാൽ പെട്ടെന്ന് ഞങ്ങൾ നൈറ്റിലാണ് വണ്ടി എടുക്കുന്നത്. അപ്പം നോക്കിയ ഫീച്ചേഴ്സാണ്. അടുത്തൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഇതിൻ്റെ സീറ്റ്സ് ആണ്. നല്ലപോലെ ബട്രസിങ് ഉള്ള ബോട്ടം ആൻഡ് ബാക്ക് റെസ്റ്റ് ആണ് ഉള്ളത്. അപ്രൈറ്റ് പൊസിഷനിങ് ആൻഡ് വെൽ സോഫ്റ്റ് കുഷൻഡ് ആണ്, എന്നാൽ അത്ര സോഫ്റ്റും അല്ല. നമുക്കൊരു പെയിൻ തോന്നാത്ത രീതിയിലുള്ള സീറ്റാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഞാൻ അത്ര ലോങ് ഡ്രൈവ് എടുത്തിട്ടില്ലെങ്കിൽ പോലും നമുക്കത് ഫീൽ ചെയ്യും വെദർ വി ആർ കംഫർട്ടബിൾ ആണോ അല്ലയോ എന്നുള്ളത്. ഞാൻ പറഞ്ഞ ഓഫ് റോഡ് റിഗാർഡിങ് ഡേറ്റ, എങ്ങനെയാണ് ആക്സിൽസിലേക്ക് ടോപ്പ് പോകുന്നതെന്നും ഏതൊക്കെ വീൽസിലേക്കാണ് പോകുന്നതെന്നും പിച്ച് ആൻഡ് യു എന്താണെന്നൊക്കെയുള്ള ഇൻഫർമേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് സീരിയസ് ഓഫ് റോഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. ഓഫ് റോഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഫണ്ടമെൻ്റൽസ് അനുസരിച്ച് ഓഫ് റോഡ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസാണ് ഇവിടെ താറിൽ കൊടുത്തിട്ടുള്ളത്. ലോട്ട്സ് ഓഫ് പവർ, അതാണ് നമ്മളിപ്പോൾ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് LX എന്ന് പറയുന്ന വേരിയൻ്റാണ്. നമുക്ക് അറിയാം ഇന്ന് ലോഞ്ച് ചെയ്തപ്പം AX വേരിയൻറ്റ് വിച്ച് ഈസ് അഡ്വഞ്ചർ സ്പെസിഫിക് ആൻഡ് LX വേരിയൻറ്റ് വിച്ച് ഈസ് ലക്ഷറി സ്പെസിഫിക്. അങ്ങനെ രണ്ട് വേരിയൻ്റാണ് നമുക്കുള്ളത്. അപ്പോൾ അതിൽ ഇതിപ്പം LX വേരിയൻ്റ് ആണ്. അതിൻ്റെ ഡീസലാണ്, ഡീസൽ വിത്ത് മാനുവൽ, 6 സ്പീഡ് മാനുവൽ. അതാണ് ഈ താറ്. ആൻഡ് പ്രധാന ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഹാർഡ് ടോപ്പാണിത്. ഒപ്പം തന്നെ 4 സീറ്ററാണ്. പിന്നിൽ ഫ്രണ്ട് ഫേസിങ് സീറ്റ്സ്, റിയർ സീറ്റ്സ് ആണ് വരുന്നത്. എയർ കണ്ടീഷനിങ് ഒക്കെ പ്രിറ്റി നൈസ് കൂളിങ്. രാത്രിയാണ് മാത്രമല്ല, ഐ ഫീൽ വെരി കോൾഡ്. ഇന്ത്യയിലെ ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ തന്നെ വളരെ നല്ല ഒരു ഫീൽ നൽകുന്ന ലൈറ്റ്സാണ്. സോ നമ്മളിപ്പം കൊച്ചിയിലെ കണ്ടെയ്നർ റോഡിലേക്കാണ് പോകുന്നത്. കീപ് ഡ്രൈവ്, കാരണം രാവിലെ തൊട്ട് നമ്മൾ വന്നിട്ട് ഇത്രയും നേരം മീഡിയ ഡ്രൈവ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇന്നിപ്പം 1 മണിയാകുമ്പോഴത്തേക്ക് എല്ലാ പ്രമുഖ ചാനലുകളിലും താറിൻ്റെ റിവ്യൂ വരും. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ഇന്ത്യൻ പൗഡറും കൂടെ ഫീച്ചർ ചെയ്യാൻ ഒക്കുന്നത് ഇറ്റ്സ് എ പ്രിറ്റി ഗുഡ് തിങ്. സോ ആദ്യം പറയാനുള്ളത് ഇതിൻ്റെ ഈ ബിൽഡാണ്. സൂപ്പർ ബിൽഡ്. നമ്മൾ പ്രീവിയസ് ജൺ താറോ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള MM540 ഒക്കെ ഓടിച്ചിട്ട് ഇതൊരു വളരെ പ്രിറ്റി ന്യൂ ബിൽഡ് തന്നെയാണ്. ലെഗസി ഓഫ് ദ ഒറിജിനൽ ഡിസൈൻ ക്യാരീസ് ഫോർവേഡ്. നല്ല ഒരു കമാൻഡിങ് പൊസിഷൻ, കിടലും ഇൻറ്റീരിയേഴ്സ്. അപ്പം നമുക്ക് പ്രത്യേകം നോട്ട് ചെയ്യുന്നൊരു കാര്യം നമ്മുടെ ഈ ഫ്രണ്ട് ഡാഷ്ബോർഡാണ്. ഇറ്റ്സ് ലൈക്ക് ടോപ്പ് നോച്ച്. Fit and finish is pretty good. We have a touch screen here. It's not so big. കാരണം ഒരു SUV എന്ന നിലയിലുള്ള ഫീച്ചേഴ്സാണ് അതിനകത്ത് കൂടുതലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒപ്പം ഇത് 2.2 ലിറ്റർ MHawk ടർബോ ഡീസലാണ്. ഷോർട്ട് ഡ്രൈവാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പോലും ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ആണ്. അതുപോലെ തന്നെ വൈബ്രേഷൻസ്, നോയ്സ് വൈബ്രേഷൻസ്, ഹാർനെസ് തീരെ നമുക്ക് അനുഭവപ്പെടുന്നില്ല. ഡീസൽ എഞ്ചിനായിട്ട് പോലും വളരെ ഒരു നേർത്ത സൗണ്ട്, അത് തന്നെ കേൾക്കാനില്ല. ഐ മീൻ റാറ്റിൽസ് ഇല്ല, ഒന്നുമില്ല, സ്പീക്കിംഗ് നോയ്സസ് ഒന്നുമില്ല. ഇറ്റ്സ് അൺലൈക്ക് എനി അതർ മഹീന്ദ്ര. അപ്പം മഹീന്ദ്രയുടെ R&Dയുടെ ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ ഈ വാഹനത്തിൽ കാണുന്നത്. അതുപോലെ തന്നെ ബ്രേക്കിംഗ് ഒക്കെ നല്ല കോൺഫിഡൻസ് നൽകുന്ന ബ്രേക്കിംഗ് ആണ്. ഗിയർ ഷിഫ്റ്റ് ഈസ് ബട്ടർ സ്മൂത്ത്, നേരത്തെ പറഞ്ഞ പോലെ. നമ്മളിപ്പം കണ്ടെയ്നർ റോഡിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു സ്മൂത്ത് സ്ട്രെച്ച് ഇപ്പം കിട്ടും. There he goes, 2500 RPM, simple, super smooth, revving like anything, and lots to rev.
potholes, bumps, anything. Not a problem at all. കാല് കൊടുക്കുമ്പം നമുക്കറിയാം എഞ്ചിൻ ഇനിയും ഇഷ്ടംപോലെ കറങ്ങാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ്. അത്രയ്ക്ക് പവറാണ് ഈ എൻജിൻ തരുന്നത്. റിഫൈൻഡ് CRD ആണിത്. 6 130 bhp and 350 Newton meter of torque. സ്കൂൾ പോയി കഴിഞ്ഞാൽ പോലും വളരെ വളരെ കോൺഫിഡൻറ്റ് ബ്രേക്കിംഗ് നൽകുന്ന നല്ല ബൈക്ക് പവർ ഉള്ള ഒരു ബ്രേക്കിംഗ് ആണ് ഇതിനുള്ളത്. അഡിക്വേറ്റ് എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും പുതിയ താറിൽ തരുന്നുണ്ട്. നമ്മളിപ്പം പണിയൻ റോഡിലെ പാലത്തേലോട്ട് വന്ന് കയറുകയാണ്. അത്യാവശ്യം ഒരു ബമ്പി റോഡ്സിലൊന്നും വലിയൊരു ഷേക്ക് അനുഭവപ്പെടുന്നില്ല. ഇഫ് യു ആർ ഇൻ ദ റൈറ്റ് ഗിയർ. ടോർക്കി ആൻഡ് ഈസിലി റെവിങ് എൻജിൻ്റെ പെർഫോമൻസ് ആണ് ഇപ്പോൾ നിങ്ങൾ ടാക്കോമീറ്ററിൽ കാണുന്നത്. ആ ലെഗസി നെയിം പ്ലേറ്റ് ഇവിടെ കാണാം. ഏതൊരു പ്രീമിയം കാറിലുള്ള പോലെയുള്ള ഫീച്ചേഴ്സാണ് ഇവിടെ ഉള്ളത്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, ഒപ്പം വളരെ വ്യത്യസ്തമായ സ്വിച്ചസാണ് ഇവിടെ ഉള്ളത്. പിന്നെ ചാർജിങ് പോയിൻറ്റ്സ്, ഇവിടെ നമ്മുടെ 4-wheel ഡ്രൈവ് ഷിഫ്റ്ററുണ്ട്, ഷോർട്ട് ഗിയർ ഉണ്ട്. സെൻട്രൽ മൗണ്ടഡ് ആണ് വിൻഡോ സ്വിച്ചസ്. സോ നമ്മുടെ താറിൻ്റെ ഒരു ഷോർട്ട് ഡ്രൈവാണ് ഇപ്പോൾ നടന്നത്. ഞാൻ വളരെ മിനിമലായിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ, കാരണം നമ്മൾ ലേറ്റ് ആയിരുന്നു. പിന്നെ ഇപ്പം തന്നെ രാത്രി 8 മണിയായത്. അപ്പം നമുക്കിത് എത്രയും വേഗം വണ്ടി എത്തിക്കുകയും വേണം. ഇനി ഒരു ഡീറ്റെയിൽ ഡ്രൈവ് വിൽ കം ബാക്ക് വിത്ത് ഇറ്റ് വൺസ് വി ഗെറ്റ് ദ വെഹിക്കിൾ. നമ്മൾ ഡ്രൈവ് കഴിഞ്ഞ് തിരിച്ച് മാരിറ്റിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്യുക, എൻജിൻ പോർട്ടൽ ലൈക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. കീപ് വാച്ചിങ്.